എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ 11th സ്റ്റാൻഡേർഡ് എക്സാം വരുമല്ലേ? അപ്പോൾ 11th സ്റ്റാൻഡേർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയറും പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസും കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു സീരീസ് പോലെ നമ്മൾ പോവാണ്. നമുക്ക് 5 പാർട്ടായിരിക്കും ഇതിന് ഉണ്ടാവുക. അപ്പൊ 5 പാർട്ടുകളിൽ കൂടി കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാ പാർട്ടും കാണുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന്. അപ്പൊ നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് അങ്ങനെയല്ല, ഹോൾ ടോട്ടൽ ആയിട്ട് കുറേ ചാപ്റ്റേഴ്സ് എടുത്ത് വെച്ചിട്ട് റാൻഡം ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തേക്കുവാണ്. ഏകദേശം 2010 മുതൽ 2020 വരെ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയാണ്. ആൻസർ എനി 3 questions from 1 to 6 എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യും. നമ്മളിപ്പോൾ ആൻസർ ചെയ്യാൻ പോകുന്നത് 2 marks questions ആണ്. അതിന് മുൻപേ തന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ആൻസർ ചെയ്യുന്നതിന് മുൻപ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം. അത് കൂടാതെ നിങ്ങൾ ഗ്രാഫോ ഫിഗറോ കാൽക്കുലേഷൻസോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് നിങ്ങളുടെ റഫ് പേപ്പറിൽ ചെയ്യരുത്. എല്ലാം നിങ്ങളുടെ വർക്ക്ഷീറ്റിന്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്കിംഗ് കോളം വരച്ചതിന് ശേഷം കാൽക്കുലേഷൻ ചെയ്യുക, അല്ലെങ്കിൽ കാൽക്കുലേഷൻ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് ചെയ്യുക. അങ്ങനെ മെസ്സി ആക്കി വെക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 marks questions ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേട്ടോ. 3 gram of hydrogen reacts with 30 gram of oxygen to yield water. Which is the limiting reagent? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്? നമ്മളിത് പറയാണ് 3 gram of hydrogen 30 gram of ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഉണ്ടായി എന്നാണ് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് ചോദിക്കുവാണ് ഇതിൽ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഒപ്പം തന്നെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും കൂടി ഞാൻ ചേർക്കട്ടെ. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ആ കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ തീർന്നു പോകുന്ന റിയാക്ടന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ലിമിറ്റിംഗ് റിയേജന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കാം. ഇനി ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കണമെങ്കിൽ amount of compound formed അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ ചെയ്യുന്നത് ഒരേ രീതി തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഫ്രെയിം ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകും. നമ്മൾ കുഞ്ഞിലെ മുതൽ പഠിക്കുന്ന റിയാക്ഷൻ ആണ്. നമുക്കറിയാം H2 plus O2 gives H2O. ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു റിയാക്ഷൻ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ബാലൻസ് ചെയ്യാം. ഹൈഡ്രജൻ 2 ബാലൻസ്ഡ് ആണ്, ഓക്സിജൻ 2, പക്ഷെ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. സോ ഇൻ ഓർഡർ ടു ബാലൻസ് നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഹൈഡ്രജൻ 4 അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ ഫ്രണ്ടിലും ഒരു 2 ഇട്ട് കൊടുത്തു. ഇപ്പോൾ റിയാക്ഷൻ ബാലൻസ്ഡ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ അടിയിലേക്ക് ഇതിന്റെ അമൗണ്ട് എഴുതുക എന്നുള്ളതാണ്. എത്ര ഗ്രാം ആണ് എന്ന് നമ്മൾ എഴുതണം. ഇവിടെ ഹൈഡ്രജൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ എത്ര ഹൈഡ്രജനാണ് ഇവിടെ ഉള്ളത്? 4 അല്ലേ? ഹൈഡ്രജന്റെ താഴെ 2 ഉണ്ട്, ഇൻറ്റു 2. സോ അപ്പൊ 2 × 2 4. അപ്പൊ ഇവിടെ ഉള്ളത് 4 gram ഹൈഡ്രജൻ ആണ്. പ്ലസ് ഇനി നമുക്ക് ഓക്സിജന്റെ കേസ് നോക്കാം. ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. അപ്പൊ ഇവിടെ എത്ര ഓക്സിജൻ നമുക്കുള്ളത്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 2 × 16 32 gram ആണ്. ഇനി ഉണ്ടാവുന്ന വാട്ടറിന്റെ എമൗണ്ട് കൂടി വേണമെങ്കിൽ എഴുതി വെക്കാം, പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല. പക്ഷെ ഉണ്ടാവുന്ന വാട്ടറിന്റെ എമൗണ്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് 36 gram ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. ഇനിയാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾക്ക് ഇതും കൂടി നോക്കാം. തന്നിരിക്കുന്നതില് എത്ര ഗ്രാം? 3 gram ഹൈഡ്രജൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 30 gram ഓക്സിജനും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി 4 gram ഹൈഡ്രജന് റിയാക്ട് ചെയ്യാനായിട്ട് 32 gram ഓക്സിജൻ ആണ് ആവശ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നേ 4 gram ഹൈഡ്രജന് റിയാക്ട് ചെയ്യാൻ 32 gram ഓക്സിജൻ ആണ് വേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ 3 gram ഹൈഡ്രജന് എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്ന് നമുക്ക് നോക്കാം. 3 gram ഹൈഡ്രജന് എത്ര ഗ്രാം?
gram ഓക്സിജൻ എന്ന് നമുക്ക് എഴുതാലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ. 4x is equal to 3 into 32. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x is equal to 3 into 32 by 4. 32 by 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്രയാണ്? 32 by 4 8 ആണ് അല്ലേ? അപ്പൊ നമുക്ക് അറിയാം that is equal to 3 into 8, that is equal to 24 gram. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 3 ഗ്രാം ഹൈഡ്രജന് റിയാക്ട് ചെയ്യണമെങ്കിൽ 24 ഗ്രാം ഓക്സിജൻ ആണ് ആവശ്യം. എത്ര ഗ്രാം ഉണ്ട്? 30 ഗ്രാം ഇവിടെ ഉണ്ട്. അതിന്റെ അർത്ഥം 3 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഓക്സിജൻ നമുക്കിപ്പോ ഇവിടെ ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ആരാണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ്? ഏറ്റവും കുറവുള്ള ആള് ഹൈഡ്രജൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സസ് റിയേജന്റ് ഏതാണെന്ന് ചോദിച്ചു കാണാറുണ്ട്. എക്സസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജന്റ് അല്ലാത്തത്, കൂടുതലുള്ളത്. ആരാണ് കൂടുതലുള്ളത്? നമ്മുടെ ഓക്സിജൻ ആണ് ഇവിടെ കൂടുതലുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാട്ടോ, ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ആ 1 മാർക്ക് ഇരിക്കുന്നത് നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലും ആയിരിക്കും. 2 മാർക്ക് ഇരിക്കുന്നത് നിങ്ങൾ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കുന്നതില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് മോൾസ് ഇൻ ദ ഫോളോയിങ്. അപ്പൊ കുറെ എണ്ണം നമുക്ക് രണ്ടെണ്ണമാണ് നമുക്ക് തന്നേക്കുന്നത്. അതിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ഡീൽ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 11.2 ലിറ്റർ കാർബൺ ഡയോക്സൈഡിൽ എത്ര മോൾസ് ഉണ്ട് എന്നാണ് ചോദ്യം. നമ്പർ ഓഫ് മോൾസ് 11.2 ലിറ്റർ കാർബൺ ഡയോക്സൈഡിൽ എത്ര മോൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ 3 ഫോർമുലകളാണ് ഉള്ളത് അല്ലെ. ഏതൊക്കെയുള്ളത്? ഗിവൺ മാസ് ബൈ മോളിക്യുലർ മാസ്. ഞാൻ ഇവിടെ എഴുതാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഗിവൺ മാസ് ബൈ മോളിക്യുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. രണ്ടാമത്തെ ഫോർമുല ഇസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ 6.022 into 10⁻23. ഇത് കൂടാതെ അടുത്തത് മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സ്യൂറ്റബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നിങ്ങൾ എടുത്തു നോക്കിയേ, 3 ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് മാച്ച് ആയിട്ടുള്ളത് ആരാ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ലിറ്റർ ആണ്. സോ മാച്ച് ആയിട്ടുള്ളത് ഈ ഇക്വേഷൻ. അപ്പൊ നമുക്ക് അത് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളോട് പറയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നോക്കിയേ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഗിവൺ വോളിയം എത്രയാ? 11.2 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. നമുക്കറിയാം ഇറ്റ് ഇസ് ഈക്വൽ ടു 1/2, ദാറ്റ് ഇസ് 0.5 മോൾ ആണ് ആൻസർ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഫോളോയിങ് ആയിരുന്നു ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ് 0.5 മോൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ. അതിന് ചോദിച്ചിരിക്കുന്ന ബി ക്വസ്റ്റ്യൻ ആണ്. 88 ഗ്രാം കാർബൺ ഡയോക്സൈഡിലെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ നോക്കുക സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നോക്കുക, ഇതിനകത്ത് ഗ്രാം ആണ് തന്നിരിക്കുന്നത്. സോ മാസ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമുക്ക് പറ്റിയ ഗിവൺ മാസ് ബൈ മോളിക്യുലർ മാസ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? n is equal to ഗിവൺ മാസ് എത്രയാണ്? 88 ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്യുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്രയാ? 44 ഗ്രാം ആണ് അല്ലെ. കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. കണ്ടുപിടിക്കാൻ അറിയാത്തവര് വീഡിയോസ് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ 88 ഗ്രാം ആണ്. സോ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന ആൻസർ കിട്ടും. സോ 2 മോൾസ് ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഓരോ മാർക്ക് വെച്ചിട്ട് ഓരോ സെക്ഷനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, electron gain enthalpy of fluorine
is lower than that of chlorine. Electron gain enthalpy of fluorine is lower than that of chlorine. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പുകൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പിന്റെയും ഏറ്റവും മുകളിലുള്ള എലമെന്റ് അത് ബാക്കിയുള്ള എലമെന്റ്സിൽ നിന്ന് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ ഫ്ലൂറിനെയും ക്ലോറിനെയും വെച്ച് നോക്കുവാണെങ്കിൽ ഫ്ലൂറിൻ ഏറ്റവും മുകളിൽ കിടക്കുന്ന ആള് സൈസ് വളരെ കുറവായിരിക്കും, അതുപോലെ തന്നെ ഇലക്ട്രോണിക് റിപ്പൽഷനും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് ക്ലോറിനെക്കാട്ടിലും ലോവർ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരുന്നു. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിനാണ് നമുക്ക് 2 മാർക്സ്. 1 മാർക്ക് ഡിവൈഡ് ചെയ്തേക്കുന്നത് സ്മോൾ സൈസ് ആണ് എഴുതുന്നതിനും, മറ്റേ മാർക്ക് ഗ്രേറ്റർ റിപ്പൽഷൻ ആണ് എന്ന് എഴുതുന്നതിനും ആട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ മാച്ച് ചെയ്യാനുള്ള ബ്ലോക്ക് ഞാനിവിടെ വരയ്ക്കാം. അതായത് ഫസ്റ്റ് വൺ എ, അതുപോലെ തന്നെ ബി, ഇങ്ങനെയാണ് തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് വണ്ണില് സോഡിയം എഴുതിയിട്ടുണ്ട്, ഓക്സിജൻ, യുറേനിയം, സിൽവർ. ഓക്കെ, ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ആൻഡ് ഈ സൈഡില് എഫ് ബ്ലോക്ക്, എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അത് നമ്മളോട് ചോദിച്ചിട്ട് മാച്ച് ദ ഫോളോയിങ്. എങ്ങനെ മാച്ച് ചെയ്യും? ആലോചിച്ചെങ്കിൽ സോഡിയം ഇതിൽ ആരാണ് മാച്ച്? സോഡിയം ഇതിൽ ഏത് ബ്ലോക്കിലാണ്? നമുക്കറിയാം സോഡിയം എസ് ബ്ലോക്കിലാണ്, സ്വാഭാവികം നമുക്ക് മാച്ച് ചെയ്യാം. രണ്ടാമത്തെ ആളാരാണ്? ഓക്സിജൻ. ഓക്സിജൻ ഏതാ? ഗ്രൂപ്പ് 16 അതെവിടെയാണ്? പി ബ്ലോക്ക് ആണ്. പി ബ്ലോക്ക് നമ്മൾ മാച്ച് ചെയ്തു. ദെൻ കമ്മിങ് യുറേനിയം. യുറേനിയം വന്നിട്ട് നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ആണ്. എവിടെ കിടക്കുന്നത്? നമ്മുടെ ആ സീരീസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അപ്പൊ താഴെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് എഫ് ബ്ലോക്ക് കേട്ടോ. ആൻഡ് സിൽവർ വന്നിട്ടാണ് നമ്മൾ ഡി ബ്ലോക്കിൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആൻസർ ഷീറ്റില് നിങ്ങൾക്ക് ഒന്നുകിൽ ഇതെല്ലാം വരച്ചിട്ട് ഇങ്ങനെ മാച്ചിങ് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ നേരെ എഴുതാം. 2 രീതിയിലും എഴുതാം. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക നേരെ നേരെ എഴുതുന്നത്. ഇങ്ങനെ വരച്ച് മാച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നിങ്ങൾ നേരെ നേരെ എഴുതുന്നതായിരിക്കും എപ്പോഴും മാർക്ക് ഇടുന്നവർക്ക് സൗകര്യം. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ വളരെ ക്ലിയർ ആയിരിക്കണമല്ലോ. അപ്പൊ ആ പേപ്പർ ക്ലിയർ ആക്കാനും അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Given below is a redox reaction. ഒരു redox reaction തന്നിട്ടുണ്ട്. അപ്പൊ redox reaction ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. CuO plus H2 gives Cu plus H2O. ഇതാണ് നമ്മുടെ redox reaction. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, identify the species which undergo reduction and which undergo oxidation. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് റെഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്നും ഓക്സിഡൈസ് ചെയ്യുന്നത് ആരാണെന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിലാണ്. അപ്പൊ നമ്മൾക്ക് ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഓക്സിഡേഷൻ? ഓക്സിജന്റെ അഡീഷൻ ആണ്, അല്ലെങ്കിൽ ഓക്സിജൻ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. അതേസമയം ഓക്സിജന്റെ റിമൂവൽ ആണെങ്കിൽ, ഓക്സിജൻ നമ്മൾ കളയുവാണെങ്കിൽ അതിനെ നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കും. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതും റിഡക്ഷൻ ആണ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നതും റിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ നമ്മൾ റിഡോക്സ് റിയാക്ഷനെ പറയുന്നത്. ഇനി റിഡോക്സ് റിയാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്യുവാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് റിഡോക്സ് റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ബാലൻസിങ്ങോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഓക്സിഡേഷൻ, എന്താണ് ഓക്സിജൻ ആഡ് ചെയ്യുന്നതും ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നതും ഓക്സിഡേഷനിൽ പെടും. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതും ഓക്സിജൻ റിമൂവ് ചെയ്യുന്നതും റിഡക്ഷനിൽ പെടും. അപ്പൊ ഈ കേസിൽ ആരാണ് ഓക്സിഡൈസ് ചെയ്തത്, ആരാണ് റെഡ്യൂസ് ചെയ്തത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ ഒരു CuOനകത്ത് നമുക്കറിയാം ഇവിടെ ഒരു O ഉണ്ട് അല്ലെ, CuO. എന്നാൽ ഇത് ഇപ്പുറത്ത് വരുമ്പോ ആ സിയുവിന് ഇവിടെ ഒരു O ഇല്ല. അതിന്റെ അർത്ഥം നമുക്ക് എന്തെന്ന് പറയാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഓക്സിജൻ നഷ്ടപ്പെട്ടു. റിമൂവൽ ഓഫ് ഓക്സിജനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിഡക്ഷൻ. ക്ലിയർ ആയല്ലോ? റിഡക്ഷൻ. ഇനി അതുപോലെ തന്നെ അടുത്തയാളെ നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആരുണ്ട് കൂടെ? ഓക്സിജൻ വന്നു. സോ അഡീഷൻ ഓഫ് ഓക്സിജൻ, അതിന് നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഓക്സിഡേഷൻ. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയല്ലോ, ഇവിടെ ഓക്സിഡൈസ് ചെയ്തത് ആരാണ്? ഹൈഡ്രജൻ ആണ് ഓക്സിഡൈസ് ചെയ്തത്. അതുപോലെ തന്നെ
CuO അല്ലെ, കോപ്പർ അല്ലെങ്കിൽ കുപ്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ CuO ആണ് നമുക്ക് എന്ത് ചെയ്തത്, റെഡ്യൂസ് ചെയ്തത് എന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഫിനിഷ് ചെയ്തു. അപ്പൊ ഇതും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവര് 2 മാർക്ക് തന്നിരിക്കുന്നത് ഓക്സിഡൈസ് ചെയ്തത് ആരാണെന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും, റെഡ്യൂസ് ചെയ്തത് ആരാണെന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 മോർ മാർക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആൻ എലമെന്റ് in one oxidation state is simultaneously oxidized and reduced. ഒന്നും പറയാനില്ല, കാരണം ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്താണ് എന്നാണ് അവർ ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് എഴുതിയേക്കുന്നത്. നമുക്കറിയാം എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരേ എലമെന്റ് തന്നെ ഓക്സിഡൈസ് ചെയ്യുകയും റിഡ്യൂസ് ചെയ്യുകയും ചെയ്താൽ അതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിഡോക്സ് റിയാക്ഷൻ ആൻഡ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? റിഡോക്സിനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഈ ഡിസ്പ്രപ്പോർഷനേഷൻ എന്നുള്ള വ്യത്യാസം? റിഡോക്സില് ഓക്സിഡൈസ് ചെയ്യുന്നത് ഒരു എലമെന്റ് ആണെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നത് മറ്റൊരു എലമെന്റ് ആയിരിക്കും. പക്ഷെ ഡിസ്പ്രപ്പോർഷനേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് oxidation and reduction takes place in the same element. ഒരേ എലമെന്റ് തന്നെ ഒരേ സമയം ഓക്സിഡൈസ് ചെയ്യുകയും റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഐഡന്റിഫൈ ദി എലമെന്റ് അണ്ടർഗോയിങ് ഡിസ്പ്രപ്പോർഷനേഷൻ in the following reaction. അപ്പൊ ഈ താഴെ നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷനിൽ ആരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കുന്നതെന്ന ചോദ്യം. അപ്പൊ അത് നമുക്ക് റിയാക്ഷൻ അറിയണം. സോ P4 plus 3OH minus plus 3H2O gives PH3 plus H3PO2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് ആരാണ് ഒരേ സമയം റിഡക്ഷനും ഓക്സിഡേഷനും കാണിക്കണമെന്ന് നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഫോസ്ഫറസ് ആണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമുക്കൊന്ന് ഉറപ്പിക്കണമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? എലമെന്റൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഫോസ്ഫറസിന്റെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതറിയാലോ, എലമെന്റൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആള് എപ്പോഴും അതിന്റെ ചാർജ് 0 ആയിരിക്കും. ഇനി നിങ്ങൾ ഈ ഫോസ്ഫറസിന്റെ സാധനങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും PH3യുടെ കൂടെ H മാത്രമേ ഉള്ളൂ. സോ ഇതിന് ഇവിടെ സംഭവിക്കണം എന്താണ്? റിഡക്ഷൻ ആണ്. ദെൻ ഇവിടെ H3PO2, ഇവിടെ O ഉണ്ട്. സോ ദിസ് വിൽ ബി ഓക്സിഡേഷൻ. സോ ഒരേ സമയം റിഡക്ഷനും ഓക്സിഡേഷനും സംഭവിക്കുന്നത് ആർക്കാണ്? ഈ ഫോസ്ഫറസിനാണ്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ ഫോസ്ഫറസ്. അതല്ലെങ്കിൽ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ കണ്ടുപിടിക്കാവുന്ന 0യിൽ നിന്ന് വേറൊരു നമ്പറിലേക്ക് പോയി എന്നുള്ളത്. അപ്പൊ ഇവിടെ പറയുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു നമ്പർ വേണമെങ്കിൽ നോക്കാം. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ +3 ആയിരിക്കും. സോ ഇവിടെ സ്വാഭാവികമായിട്ടും എന്താണ്? -3 ആയിട്ട് വരും. സോ നമുക്ക് എന്ത് പറയാം? 0യിൽ നിന്ന് -3യിലേക്ക് പോയി. 0യിൽ നിന്ന് -3 എന്ന് പറയുമ്പോൾ 0നെക്കാട്ടിലും കുറവ് നമ്പറാണ്. സോ എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് റിഡക്ഷൻ ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടുകയായിരിക്കും ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഓക്സിഡേഷൻ. കേട്ടോ, അപ്പൊ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണം, ബാലൻസിങ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ആ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ സീരീസിൽ, അതായത് പാർട്ട് 1ലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ അടുത്ത എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ ഫോളോയിങ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 3 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല അവർ ചോദിക്കുക. 3 സബ് ഡിവിഷൻസ് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ അപ്പം ഓരോ മാർക്ക് വെച്ചിട്ടുള്ള 3 സബ് ഡിവിഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ 1.5 മാർക്ക് വെച്ചിട്ടുള്ള 2 സബ് ഡിവിഷൻ, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. പിന്നെ വളരെ റെയർ ആയിട്ടാണ് കുറച്ച് വലിയൊരു ആൻസർ ഒക്കെ വരാൻ പാകത്തിന് ചോദിക്കാറ് കേട്ടോ. സോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 1 മാർക്കും 2 മാർക്കും ഒക്കെ നമ്മൾ ആൻസർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ 3 മാർക്കും ആൻസർ ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ ഫോളോയിങ് എന്നാണ്. അതായത് നമുക്ക് കുറെ മോളിക്യൂൾസിനെ തന്നിട്ടുണ്ട്, ഞാൻ എഴുതാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. ഇതിനകത്ത് എത്ര മോളിക്യൂൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നിങ്ങൾ ഓർക്കുക, നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരുന്നു അല്ലെ? ഈ 3 മാർക്കിൽ വന്നപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുക? മനസ്സിൽ വെക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇതാണ്
നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത് നിങ്ങൾ മറക്കരുത്, ഓർമ്മയിൽ വെക്കുക. ഏതൊരു കോമ്പൗണ്ട് എടുത്താലും അതിന് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ് മോളിക്യൂൾസിന്റെ എണ്ണം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതേ ക്വസ്റ്റ്യൻ്റെ തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചത് അല്ലേ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ്? 88 ഗ്രാം ഡിവൈഡഡ് ബൈ 44. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ ഫോർമുല? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. ഇപ്പൊ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ചെയ്ത് നമുക്ക് 2 എന്ന ആൻസർ കിട്ടി. സോ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ്. സോ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ധാരാളമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തണമെങ്കിൽ മാത്രം ജസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യാം. 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ധാരാളമാണ്. ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് തന്നെ ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് തന്നെ ചോദിക്കുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഫൈനലിലേക്ക് പോയത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യണമെന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഒരു നിർബന്ധമില്ല. പക്ഷെ മനസ്സിൽ വെക്കുക, 1 മാർക്ക് ആണെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. 2 മാർക്ക് ആണെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്തേ പറ്റൂ. സോ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ കഴിഞ്ഞേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 170 ഗ്രാം NH3. 170 ഗ്രാം NH3 ആണ്. അപ്പം 170 ഗ്രാം NH3ക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സെയിം മെത്തേഡ് തന്നെ. നമ്പർ ഓഫ് മോൾസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഗ്രാം ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ നമുക്ക് നോക്കാം. ഗിവൺ മാസ് എന്ന് പറയുന്നത് 170 ആണ്, ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ഹലോ ചോദിക്കേ. നൈട്രജന്റെ മോളിക്കുലർ മാസ് 15 ആയിട്ട് വരും. ദെൻ ഹൈഡ്രജന്റെ 3, സോറി നൈട്രജന്റെ 14 ആണ്, ഹൈഡ്രജന്റെ 3. അപ്പൊ നമുക്ക് ടോട്ടൽ 17 ആണ് അതിന്റെ മോളിക്കുലർ മാസ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മോൾസ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, 10 മോൾസ്. ഇനി അപ്പൊ എത്രയാണ് മോളിക്യൂൾസ്? 10 ഇൻറ്റു 6.022 10⁻23. അപ്പൊ നമുക്ക് എന്തെഴുതാം? 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആണ് ഈ പറയുന്ന അമോണിയയ്ക്കുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1112 liter of oxygen at STP. 1112 liter of oxygen at STP. അപ്പൊ at STP എന്നുള്ള ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം 22.4 ലിറ്റർ ആണ്. ലിറ്റർ അല്ലേ ചോദിച്ചേക്കണേ. അപ്പൊ 112 ഡിവൈഡഡ് ബൈ 22.4 ലിറ്റേഴ്സ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, നമുക്കത് ഏകദേശം 5 എന്ന് കിട്ടും. 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ് നമ്മുടെ മോളിക്യൂൾസിന്റെ എണ്ണം. അപ്പൊ 3 ക്വസ്റ്റ്യനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ മനസ്സിൽ വെക്കുക, നമ്മൾ നമ്പർ ഓഫ് മോൾസിനെ ആദ്യം കണ്ടുപിടിക്കണം. ദെൻ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. Hydrogen combines with oxygen to form 2 compounds, namely water and hydrogen peroxide. State and illustrate the related law of chemical combination. ഏതാണ് ഈ ലോ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന ലോയാണ്. എന്താ പറഞ്ഞത്? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് 2 പ്രോഡക്റ്റുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് വാട്ടറും ഒന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. H2O ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് H2O2 ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 2 കോമ്പൗണ്ട്സ് വാട്ടറും ഉണ്ടാകാം, ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാകാം. ഈ ലോ ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. നമുക്കറിയാം ഈ ലോ ഏതാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ് അല്ലെ. അപ്പൊ എന്താ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്തെന്നാ പറയുന്നത്? 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണ് എങ്കിൽ അതിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആയിരിക്കും. ആരുടെ മാസാണ് ഫിക്സ്ഡ് ആയിരിക്കുന്നത്? ഒരു എലമെന്റിന്റെ മാസ് അതിനകത്ത് എപ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ ഫിക്സ്ഡ് ആയിരിക്കുന്ന എലമെന്റിന്റെ മാസ് മറ്റേ എലമെന്റുമായിട്ട് ആ ഫിക്സ്ഡ് ആയിരിക്കുന്ന എലമെന്റ് കൂടാതെയുള്ള മറ്റേ എലമെന്റിന്റെ 2 മാസുകൾ എങ്ങനെയായിരിക്കും? ഒരു
ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ലോ ആണ്. ആ ലോ ഏതാണെന്ന് നോക്കുക കേട്ടോ. അപ്പൊ ആ ലോ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് 5 ലോസ് ആണ് പഠിക്കാനുള്ളത്. 5 ലോസും വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. 5 ലോയും പ്രപ്പോസ് ചെയ്ത ആളുകളുടെ പേരും കൂടി പഠിക്കുക കേട്ടോ. ഓക്കെ, now next one question. Account for the following. Account for the following എന്ന് പറഞ്ഞാൽ give reason. അത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. Account for the following. Ionization enthalpy of nitrogen is greater than that of oxygen. എന്താ പറഞ്ഞത്? നൈട്രജന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഓക്സിജനെക്കാട്ടിലും ഗ്രേറ്റർ എന്നാ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 15ലാണ് നൈട്രജൻ, 16ലാണ് ഓക്സിജൻ. ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ നമ്മൾ റൈറ്റിലേക്ക് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അങ്ങനെ നോക്കിയാൽ നൈട്രജനേക്കാൾ കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാകേണ്ടത് ആർക്കാണ്? ഓക്സിജനാ. പക്ഷെ എന്നിട്ടും നൈട്രജൻ ആണ് കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി. എന്താണ് കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത്. കാരണം സിമ്പിൾ ആണ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്താ? നമുക്കറിയാം നൈട്രജൻ 7 ആണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2 2s2 2p3 ഇങ്ങനെയല്ലേ വരിക? ഈ p3 ആണ് കുഴപ്പക്കാരൻ. അതായത് നമുക്ക് p3 വരുമ്പോ അത് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ടും സ്റ്റേബിൾ ആയതുകൊണ്ടുമാണ് അയണൈസേഷൻ എൻതാൽപ്പി നൈട്രജന് ഓക്സിജനെക്കാട്ടിലും കൂടുതലായിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് എ പീരിയഡ്. ഒരു പീരീഡിൽ പോകുമ്പോൾ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. എന്താണ് കാരണം? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ കാരണം? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് സെയിം ഷെല്ലിലേക്കാണ് അല്ലെ. മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴാണ് ഡിഫറെന്റ് ഷെല്ലിലേക്ക് ആഡ് ചെയ്യുന്നത്. അക്രോസ് എ പീരീഡ് നോക്കിയാൽ അത് സെയിം ഷെല്ലിലേക്ക്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ടാണ് അതിന്റെ സൈസ് കുറഞ്ഞു വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. The most electronegative element is. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഏതാ? നമുക്കറിയാം, ഫ്ലോറിൻ ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് ദ UPSC നെയിം ഓഫ് ദി എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 117. ഇത് നമ്മൾ കുറെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 100ന്റെ മുകളിലുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ ചോദിക്കുന്നത്, നെയിം ചോദിക്കുന്നത് അത് എപ്പോഴും ചോദിക്കാറുള്ള കാര്യം കേട്ടോ. അപ്പൊ അതൊരു പാറ്റേൺ ആണ്, അത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും 100ന്റെ മുകളിലുള്ളവരുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ 1117 വേണ്ടിയിട്ട് നമ്മൾ പേര് ഇങ്ങനെ എഴുതുക. 11 എന്ന് പറയുമ്പോഴത്തേക്കും on, പിന്നെ 7 വരുമ്പോഴത്തേക്കും സെപ്റ്റ്, പിന്നെ IUM. ഇതാണ് അതിന്റെ പേര്. ഇതാണ് IUPSC നെയിം. ജസ്റ്റ് 117 ആയതുകൊണ്ട് എളുപ്പത്തിൽ എഴുതാൻ പറ്റി. വല്ല 120 എന്നോ 123 എന്നോ അങ്ങനെ വല്ലതൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. 100ന് മുകളിലുള്ള അറ്റോമിക് നമ്പർ എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടതെന്ന് ടേബിൾ നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ആൻസർ ചെയ്യണേന്, അതായത് ഫ്ലോറിൻ ആൻസർ ചെയ്യണേന് 1 മാർക്കും ഇത് ആൻസർ ചെയ്യണേന് 2 മാർക്കും വരുന്നത്. അപ്പൊ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. പീരിയോഡിക് ടേബിളിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? നമുക്കറിയാം, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് നമ്പർ. മോഡേൺ പീരിയോഡിക് ലോ ആയതുകൊണ്ട് അത് അറ്റോമിക് നമ്പർ ആണ്. അല്ലെങ്കിലോ അത് മെന്റലി പീരിയോഡിക് ലോ ആയിരുന്നെങ്കിലോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് മാസ് എന്ന് വന്നേനെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈ ഈസ് പൊട്ടാസ്യം കൺസിഡേർഡ് ആസ് ആൻ എസ് ബ്ലോക്ക് എലിമെന്റ്? പൊട്ടാസ്യത്തിന് യാതൊരു രീതിയിലുള്ള പെക്യുലാരിറ്റീസും ഇല്ല, എന്നിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കാരണം ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യിക്കാനാ. എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തിനെ എസ് ബ്ലോക്ക് എലിമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? എന്താണ് കാരണം? ഏത് എലിമെന്റ് ഏത് ബ്ലോക്കിൽ കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞാലും അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ആ പർട്ടിക്കുലർ ബ്ലോക്കിലേക്ക് കയറുന്നത് കൊണ്ടാണ്. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത് കൊണ്ടാണ് പൊട്ടാസ്യത്തിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് വാസ് സോഡിയത്തിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് നേരെ എസ് ബ്ലോക്കിലേക്ക് കയറുന്നതുകൊണ്ടാണ്. ക്ലോറിനെ പി ബ്ലോക്ക് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പി ബ്ലോക്കിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഏത് എലമെന്റ്
എലമെന്റ് ആയാലും ഏത് ബ്ലോക്കിലാണ് എന്ന് ആ ബ്ലോക്കിൽ കൺസിഡർ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓർത്ത് വെക്കുക, ആ പെർട്ടിക്കുലർ ബ്ലോക്കിലേക്കാണ് അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The concept of oxidation number helps us to find transfer of electrons in chemical reaction. Consider cesium, neon, iron and fluorine. Identify the element shows only negative oxidation state. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പോയിട്ടുള്ളതാ. നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഫ്ലൂറിൻ ആണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഓർത്തോളണം, നെഗറ്റീവ് ഒറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളൂ ഫ്ലൂറിന്, ദാറ്റ് ഈസ് -1. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ബാക്കിയുള്ള നമ്മുടെ ആ ഹാലജൻ ഫാമിലി എടുത്തു നോക്കി അവർ പ്ലസ് ഒക്കെ കാണിക്കുന്നവരുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കുന്ന ആള് ഫ്ലൂറിൻ ആണ്. നെക്സ്റ്റ് വൺ, എലമെന്റ് ഷോസ് ഓൺലി പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സീഷ്യം ആണ്, കാരണം നമുക്കറിയാം സീഷ്യം ആണ് ഇതിനകത്തെ മെറ്റൽ. അപ്പൊ സീഷ്യത്തിന് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ അത് കാണിക്കുന്നുള്ളൂ. ദെൻ element shows both positive and negative oxidation state. നമുക്കറിയാം ബാക്കിയുള്ളത് നിയോണും അയോഡിനും ആ. നിയോൺ വന്നിട്ട് ഇനർട്ട് ഗ്യാസ് ആണ്, അപ്പൊ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, 0 ആയി പോകും. സോ ഏറ്റവും കൂടുതൽ പോസിറ്റീവും നെഗറ്റീവും കാണിക്കുന്ന ആളാരാണ്? അയോഡിൻ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, നൗ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ, both HCl and NH contain hydrogen, but the oxidation state of hydrogen in them are different. What is the oxidation state of hydrogen in each compound? അപ്പോൾ നമ്മൾ വീണ്ടും റിഡോക്സിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചോദിച്ചേക്കുവാണ്. HCl-നകത്തും NaH-നകത്തും ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ രണ്ടിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറെന്റ് ആണെന്നാണ് ചോദിച്ചേക്കണേ. എന്താണെന്ന് നമുക്ക് നോക്കാം. HCl നമ്മൾ എടുത്തു നോക്കിയാൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന് നമുക്കറിയാം. സോ ഓട്ടോമാറ്റിക്കലി ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താകും? +1 ആകും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നൗ അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് നോക്കാം. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കേസിൽ നമുക്കറിയാം സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ് അല്ലെ? കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്, +1 ആണ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്വാഭാവികമായിട്ടും -1 വരും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറെന്റ് ആവാനുള്ള കാരണം. രണ്ട് കോമ്പൗണ്ടിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇറ്റ് ഇസ് +1 ആൻഡ് -1. ഓക്കെ, അതിന്റെ തന്നെ ബാലൻസ് ക്വസ്റ്റൻ ആണ്. വാട്ട് ഇസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സൾഫർ ഇൻ SO4 2-? ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്. സൾഫർ ആണ്, SO4 2- സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സിമ്പിൾ ആയിട്ട് സൾഫറിന് നമ്മളൊരു X കൊടുക്കാം. ഓക്കെ, സോ അറിയാവുന്നവര് നോക്കിയിരിക്കും, ഇല്ലാത്തവർ കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോ ചെയ്യാം. X പ്ലസ് ദെൻ ഓക്സിജന്റെ നമുക്കറിയാം എത്രയാണ്? -2 ആണ്. അപ്പൊ -2 ഉള്ള എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇസ് ഈക്വൽ ടു ഇതിന്റെ മുകളിലുള്ള ചാർജ്, ദാറ്റ് ഈസ് -2. സോ X -8 ഈക്വൽ ടു -2. സോ X is equal to -2 plus 8, that is equal to +6. അപ്പോൾ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Then next question നമുക്ക് നോക്കാം. Redox reactions can be considered as electron transfer reaction in an experiment with a copper rod dipped in AgNO3. Copper rod AgNO3 ൽ dip ചെയ്തേക്കുവാണ്. What happens to the color of the solution? അപ്പോൾ പറഞ്ഞേക്കുന്നത് എന്താണ്? കോപ്പർ റോഡ് AgNO3 ൽ മിക്സ് ചെയ്തു അല്ലെങ്കിൽ ഡിപ്പ് ചെയ്തു, നമ്മൾ മുക്കി വെച്ചു. സൊല്യൂഷന്റെ കളറിന് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചത്. അതിനു മുമ്പ് നമുക്കറിയാം ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. Ag കോപ്പറിനെക്കാട്ടും റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യും. സോ CuNO3 എന്നിലേക്ക് അത് മാറുന്നു. അങ്ങനെ കോപ്പറിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സൊല്യൂഷന്റെ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഉറപ്പായിട്ടും കോപ്പറിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സൊല്യൂഷന്റെ കളർ ബ്ലൂ. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് കണ്ടോ, വാട്ട് ഹാപ്പൻസ് ടു ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? ആ കളർ ഓഫ് ദ സൊല്യൂഷൻ എന്താണ് സംഭവിച്ചത്? ഇറ്റ് ബിക്കംസ് ബ്ലൂ. ഓക്കെ, ബ്ലൂ ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കോപ്പറിന് എന്താണ് സംഭവിക്കണേ? കോപ്പർ ഓക്സിഡൈസ് ചെയ്യാൻ സംഭവിക്കണം അല്ലെ? കോപ്പർ ഓക്സിഡൈസ് ചെയ്യുന്നു. കോപ്പർ ഇവിടെ 0 ആയിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്കും 2+ എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറി. സോ ഇവിടെ കോപ്പർ ഓക്സിഡൈസ് ചെയ്യാം. അപ്പൊ കോപ്പറിനെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിച്ച ആളാണ് AgNO3. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കാം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ
ആരാണ് ഓക്സിഡൈസ് ചെയ്തത്, ആരാണ് റെഡ്യൂസ് ചെയ്തതെന്ന് കണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന് നോക്കണേ. സോ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷന് സഹായിക്കുന്നയാൾ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഉള്ള എലമെന്റ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, കോപ്പർ ആണ്. കോപ്പർ ആണ് റെഡ്യൂസിങ് ഏജന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് ആ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ആൻസർ ചെയ്യാൻ പോണത് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇൻ ദ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. PB plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഐഡന്റിഫൈ ദ ഫോളോയിങ് എന്നാണ് ക്വസ്റ്റ്യൻ. സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്, സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ്, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. ഇതാണ് ചോദ്യം. വീണ്ടും റിഡോക്സ് റിയാക്ഷനിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഞാൻ പറഞ്ഞു, ബാലൻസിങ് അറിയില്ലാത്തവര്, ഓക്സിഡൈസിങ് നമ്പർ, ഓക്സിഡേഷൻ നമ്പർ ഇടാൻ അറിയില്ലാത്തവര്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഓക്സിഡൈസിങ് ഏജന്റ് കണ്ടുപിടിക്കാനൊന്നും അറിയില്ലാത്തവര് കമന്റ് ചെയ്യുക, വീഡിയോ ഇടാം. ദെൻ വീണ്ടും അപ്പൊ ഞാനിത് വേഗമായിട്ടങ്ങ് പറഞ്ഞു പോവാ. അപ്പൊ ഈ ഒരു കേസിൽ ആരാണ് ഓക്സിഡൈസ് ചെയ്തത്, ആരാണ് റെഡ്യൂസ് ചെയ്തത് നമുക്ക് നോക്കാം. PB ഇവിടെ 0 ആയിരുന്നു. ആ 0 ആയിരുന്ന PB ഇവിടെ വരുമ്പോ അതിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. സോ PB എന്തായി മാറി, ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഓക്സിഡേഷൻ ആണ് നടന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ആയി. ഓക്സിഡൈസ് ചെയ്തത് ആരാണ്, ലെഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ റെഡ്യൂസ് ചെയ്തത് ആരാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. റെഡ്യൂസ് ചെയ്തത് ആരാണ്, PbO2 ആണ് റെഡ്യൂസ് ചെയ്തത്. ഓക്കെ, PbO2 റെഡ്യൂസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, ഓക്സിഡൈസ് ചെയ്യാൻ സഹായിച്ച ആളാണ്, സ്വയം റെഡ്യൂസ് ചെയ്ത ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അതായത് PbO2 ആണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ആരാണ് റെഡ്യൂസിങ് ഏജന്റ്, സ്വയം ഓക്സിഡൈസ് ചെയ്ത ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ നമ്മുടെ ലെഡ് ആണ് റെഡ്യൂസിങ് ഏജന്റ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ 4 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചേക്കണേ. 4നും ആൻസർ എഴുതണം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് 4 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. Now, next one. Question idana. During a group discussion, one of your friends argues that thermal decomposition of KClO3 is a redox reaction, while that of CaCO3 is not a redox reaction. Give your answer. Question idana. KClO3 ഒരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയുകയും CaCO3 ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് പറയുകയും ചെയ്തു. നിങ്ങളുടെ ആൻസർ എന്തെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ആദ്യം എടുക്കുക. അതായത് കാൽഷ്യം കാർബണേറ്റ് റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. കാൽഷ്യം കാർബണേറ്റിന്റെ തെർമൽ ഡീകമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും കിട്ടും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ട് ഓക്സിജന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, ഓക്സിജൻ എത്രയാണ്, -2 ആണ്. കാൽഷ്യത്തിന്റെ നമുക്ക് അറിയില്ല അങ്ങനെ വിചാരിക്കാം. അപ്പൊ കാൽഷ്യത്തിന് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. ഓക്സിജന്റെ വന്നിട്ട് ഇവിടെ -2 ആണ്, ഇവിടെ +4 ആണ്, ഇവിടെ +2 ആണ്. ഈ കാൽഷ്യം വരുമ്പോഴത്തേക്ക് ഇവിടെ +2, ഇവിടെ -2. കാർബൺ വരുമ്പോ +4, ഇവിടെ -2. ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, കാൽഷ്യം 2+ നിന്ന് 2+ തന്നെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. കാൽഷ്യം +2 ആണ്, ഇവിടെയും +2 ആണ്. ദെൻ കാർബൺ +4, അതായത് ഇവിടെ ഓക്സിഡേഷനും ഇല്ല, റിഡക്ഷനും ഇല്ല. പിന്നെ എങ്ങനെ കാൽഷ്യം കാർബണേറ്റ് റിഡോക്സ് ആകും? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമ്മൾ ഇതുപോലെ എഴുതിയിട്ട് വേണം പ്രൂവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യണതിന് 4 മാർക്കാണ് അവാർഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് എഴുതി തന്നെ പ്രൂവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ഇറ്റ്? ഓക്കെ, എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് ചോദിച്ചേക്കണം. എന്താണ്, നമ്മുടെ ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന എനർജിയാണ് അയണൈസേഷൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് സൈസ് ഓഫ് ദ ആറ്റം, ന്യൂക്ലിയർ ചാർജ്, ഇവരൊക്കെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്
formed by complete combustion of 32 gram of methane എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എമൗണ്ട് ഓഫ് കോമ്പൗണ്ട് ഫോംഡ് ചോദിച്ചാലും ലിമിറ്റിംഗ് റിയേജന്റ് ചോദിച്ചാലും ഒരേ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യുക. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ബൈ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 32 gram of methane ആസ് പെർ ദ റിയാക്ഷൻ. ചില ക്വസ്റ്റ്യനിൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിയാക്ഷൻ ഉണ്ട്, ചില കേസിൽ റിയാക്ഷൻ തരില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? മീഥെയ്ൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ ആണെന്ന് നമുക്ക് അറിയാലോ. മീഥെയ്ൻ എങ്ങനെ എഴുതും നമ്മൾ? CH4. കംപ്ലീറ്റ് കമ്പഷൻ ആയതുകൊണ്ട് ഓക്സിജൻ നമ്മൾ ആഡ് ചെയ്യും. നമുക്കറിയാം ഏതൊരു ഹൈഡ്രോ കാർബൺ ഓക്സിജന് റിയാക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ റിയാക്ഷൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബാലൻസ് ചെയ്യാനുള്ളത് അല്ലെ. നമുക്ക് നോക്കാം. കാർബൺ 1 ഹൈഡ്രജൻ 4, ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ. സോ നമുക്ക് ഇവിടെ 2 ഇടാം, അപ്പൊ 4 ആയി. ഓക്സിജൻ ഇവിടെ 2, ഓക്സിജൻ ഇവിടെ 4 എണ്ണം ഉണ്ട്, അപ്പൊ അത് സെറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ 2 ഇട്ടു. ഇപ്പൊ കറക്റ്റ് ആയല്ലോ, ബാലൻസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഓരോന്നിന്റെയും മാസ് താഴത്തേക്ക് ഇറക്കി എഴുതുക തുടങ്ങാം. മീഥെയ്ന്റെ മാസ് എന്താണ്? കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാ? കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്. 12 + 4 16 gram ആണ്. ഓക്സിജന്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എത്രയാ? ഒരു ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഇസ് 16. 2 ഓക്സിജൻ ആകുമ്പോഴത്തേക്കും 32, അത് × 64 gram ആണ്. ഇനി ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാമും ഇവിടെയുള്ള വാട്ടർ 36 ഗ്രാമും ആണ്. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. 32 gram ഓഫ് മീഥെയ്ൻ തന്നിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ആരൊക്കെ തമ്മിലാണ് റിലേഷൻ കണ്ടുപിടിക്കണ്ടേ? മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡും. സോ നമ്മൾ ഇവിടെ ആയുധം പുറത്തെടുക്കുവാണ്. മീഥെയ്ൻ നോക്കിയേ, 16 gram മീഥെയ്ന് എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? 44 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എത്രയാ? 32 gram മീഥെയ്ൻ എന്നാണ്. അപ്പൊ 32 gram മീഥെയ്ന് എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16x is equal to 44 × 32. X is equal to 44 × 32 divided by 16. That is 44 × 2. That is equal to 88 gram. അപ്പൊ എത്രയാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്? 88 gram കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഇത് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഏകദേശം കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് വന്നു. അപ്പൊ നമ്മുടെ പാർട്ട് 1 ഇവിടെ ഫിനിഷ് ചെയ്യാണ്. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ താഴെ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.